നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയല്ലോ, അപ്പൊ മോശമാക്കാൻ നല്ല അഭിപ്രായമാണ്, നല്ല കാര്യമാണല്ലോ. ചേച്ചി എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ചെറൂര് വീട്ടിൽ പോണേ. വീട്ടിൽ പോകുന്നേ. അപ്പൊ എങ്ങനെ ഒരു യാത്ര നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. AR നഗർ ലൈവ് ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കുന്നുംപുറത്താണ്. കുന്നുംപുറത്ത് കുക്കുഡൂസ് ബസിന്റെ കാരുണ്യത്തിന് ഒരു കൈത്താങ്, അതായത് ഈ ബസിന്റെ ഇന്നത്തെ കളക്ഷനും തൊഴിലാളികളുടെ വേതനവും പുകയൂർ പെയിൻ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ കളക്ഷൻ നടക്കുന്നത്. അപ്പൊ പാലിയേറ്റീവിന്റെ ഒരു അംഗം നമ്മളെ കൂടെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഉദ്യമത്തിലേക്ക് എത്തിയത്? നമ്മൾ കൊറോണ സമയത്താണ് നമ്മൾ പുകയൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആ സമയം തൊട്ട് കൊറോണന്റെ സമയം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അന്ന് തൊട്ട് നല്ല രീതിയിൽ ഇന്ന് പുകയൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ വേതനം കുക്കുഡൂസ് ബസിന്റെ ഇന്നത്തെ അതിലെ ജോലിക്കാരും അതിലെ ബസ്സിലെ ഇന്നത്തെ കളക്ഷനും ഫുള്ള് പുകയൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് പുകയൂർ യൂണിറ്റിന് കുക്കുഡൂസ് തരുന്നതിലും അവരെ പ്രത്യേകം നമ്മളെ അഭിനന്ദിക്കുകയാണ്. അവർക്ക് അതിന് തക്കതായ പ്രതിഫലം ദൈവം നമ്പുരാൻ കൊടുക്കട്ടെ എന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എന്തായാലും പുകയൂർ പാലിയേറ്റീവിന്റെ കീഴിലുള്ള ഈ യാത്ര കാരുണ്യത്തിന് ഒരു കൈത്താങ്. അപ്പൊ ബസ്സിലെ യാത്രക്കാരോടൊപ്പം നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം. ആളുകളുടെ പ്രതികരണങ്ങളും ആളുകളുടെ റിയാക്ഷൻസും, അതായത് ഇഷ്ടപ്പെട്ട തുക, ടിക്കറ്റ് തുക എന്നില്ല, ഇഷ്ടപ്പെട്ട തുക അവർക്ക് ബസ് ഒരു ബക്കറ്റ് ഉണ്ട്, ആ ബക്കറ്റിൽ അവർക്ക് നിക്ഷേപിക്കാം. ഇന്ന് ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ ഫുൾ യാത്ര ആളുകളുടെ കാരുണ്യത്തിന് ഒരു കൈത്താങ് എന്ന ഈ പെയിൻ പാലിയേറ്റീവിലേക്കുള്ള ഫണ്ട് കളക്ഷനാണ്. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി, മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി, പഞ്ചാര പായസം ഉണ്ണുന്ന മടത്തത്തെ പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണുവെക്കും, പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണുവെക്കും. നല്ല അഭിപ്രായമാണ്. എനിക്ക് നല്ല പാവപ്പെട്ടവർക്കൊരു നല്ല അങ്ങനെ ചെയ്യുക. നമുക്കൊക്കെ സഹകരിക്കേണ്ട ആവശ്യം എപ്പോഴും സഹകരിച്ചിട്ടുണ്ട്, സഹായിക്കും വേണ്ടി ചെയ്യുന്നു. നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയല്ലോ, അപ്പൊ മോശമാക്കാൻ ഇതൊരു കഴിഞ്ഞിട്ടും അന്ന് ഞങ്ങളെ കൂടെ എപ്പോഴും എന്തിനും നിൽക്കുന്ന ഒരാളാണ് അയ്യപ്പേട്ടന്. കുറെ മുമ്പേ പരിചയമുള്ള ആളാണ്. ഞാൻ ചമ്മടെന്ന് പറയുന്നത്. ഇത് നല്ല പരിപാടിയാണ്. നിങ്ങൾ പിരിവ് സഹായിക്കാറുണ്ട് നല്ലതാണ്. പാലിറ്റീവിന്റെ പ്രവർത്തകരല്ലേ, നല്ല കാര്യമാണ്, നല്ല പരിപാടിയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ മനസ്സിലായോ? ആ പാലിയേറ്റീവിന്റെ ഒരു സഹായം നല്ല അഭിപ്രായമാണ്, നല്ല കാര്യമാണല്ലോ. ഇന്ന് ഞങ്ങൾ പോണത് തന്നെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. രോഗി ബന്ധു സംഘമാണ് പാലിയേറ്റീവിന്റെ പരിരക്ഷന്റെ അത് കുന്നുംപുറത്ത് വെച്ച് നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. ഞങ്ങളെ കൂടെ രോഗികളും ഉണ്ട് ഈ ബസ്സിൽ തന്നെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ നമ്മുടെ ബസ് തൊഴിലാളികളെ, പിന്നെ ഇന്നിപ്പോ ഞങ്ങൾ ഉള്ളത് കുന്നുംപുറം റോഡിലാണ്, കുക്കുഡൂസ് ബസ്സില്. അപ്പൊ കുക്കുഡൂസ് ബസ്സില് നമ്മളിന്ന് കയറിയത് എന്താ വെച്ചാല്, നമ്മുടെ പുകയൂർ ഒരു പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 4 വർഷമായി പാലിയേറ്റീവ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതിലേക്കുള്ളൊരു ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ട് കുക്കുഡൂസ് ബസ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ ഒരു പരിപാടിയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് കണ്ടക്ടർ ഇന്നത്തെ കളക്ഷനൊക്കെ? അപ്പൊ നമ്മളെ കുക്കുഡൂസിന്റെ ഡ്രൈവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പൊ ഡ്രൈവർ ഇന്നത്തെ യാത്ര ഫുള്ള് പാലിയേറ്റീവിന് വേണ്ടിയാണല്ലേ? അതെ അതെ, ഇന്നത്തെ മൊത്തം കളത്തിലും പാലിയേറ്റീവിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഡ്രൈവർമാരെ വേതനം, ഡ്രൈവറുടെയും കണ്ടക്ടറും വേതനം ഈ പാലിയേറ്റീവിലേക്ക് തന്നെയാണല്ലേ? അതെ അതെ. ഈ ഉദ്യമം എന്ന് പറയുന്നത് വളരെയധികം സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു ഉദ്യമം കൂടിയാണ്. നാട്ടുകാരൊക്കെ എല്ലാവരും സഹകരണം നല്ല രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു ഫണ്ട് പിരിക്കാൻ പറ്റും. നമ്മളിപ്പോ ഉള്ളത് പുകയൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ഓഫീസിലാണ്. ഗുഡ് മോർണിംഗ്. അപ്പൊ എങ്ങനെ പോകുന്നു പുകയൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ്? പുകയൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. ആ 4 വർഷത്തിൻ്റെ ഇതുവരെയും നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്കൊരു സ്വന്തമായിട്ടൊരു ബിൽഡിങ് വേണം, അതുപോലെ തന്നെ നമുക്കൊരു വാഹനം വേണം. അപ്പോൾ ഈ 2 സംഭവം നമ്മളെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഒരു ഫണ്ട് സമാഹരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ കുക്കുഡൂസ് ബസ് അവരെ ജോലിക്കാരെ വേതനവും ഇന്ന് കിട്ടുന്ന എല്ലാ കളക്ഷനും
ഇന്ന് നമുക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവിന് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവർ നിൽക്കുന്നത്. അതിന് അവർക്ക് എല്ലാ ഭാവങ്ങളും നന്ദിയും കടപ്പാടും നമ്മൾ പാലിയേറ്റീവിൻ്റെ ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. എന്താ വിശേഷം? സുഖം. എന്താ പേരെന്തേന്? എൻ്റെ പേര് സുജിത കുന്നമ്പലത്തിൽ നിന്നാണ് വരുന്നത്. ഇവിടെ പുകയൂരിൽ പിന്നെ പാലിയേറ്റീവിൽ എത്രയായി? ഒരു വർഷത്തോളമായി ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് പുകയൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ വർക്കുകളൊക്കെ? കുഴപ്പമില്ല. ഇത് 84ഓളം കേസ് ഉണ്ട് നമുക്ക്. 70ഓളം പേര് കിടപ്പിലായ രോഗികളും ഉണ്ട്. പിന്നെ ഹോം കെയർ ഡെയിലി പിന്നെ ഒരാഴ്ചയിൽ ഒരു വീക്കിൽ 6 ദിവസം നടക്കുന്നുണ്ട്. എൻ്റെ പേര് ഖദീജ, പുകയൂർ തന്നെയാണ് വീട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 84 രോഗികളുണ്ട്. ചിലവരൊക്കെ നല്ല പാവപ്പെട്ട രോഗികളാണ്, നല്ല കഷ്ടപ്പാടൊക്കെ ഉള്ള രോഗികളാണ്. ഞങ്ങൾ 6 ദിവസം നിന്നിട്ട് പിന്നെ ഒരു ദിവസം വെള്ളിയാഴ്ച ഓഫീസ് ഡ്യൂട്ടി എടുക്കലാണ്. ഇപ്പോൾ മുറിവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിട്ട് ഓഫീസ് ഡ്യൂട്ടി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പാലിയേറ്റീവിന്റെ ഡ്രൈവറും വളണ്ടിയറുമായിട്ടുള്ള ആള് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ 2022 മുതലാണ് ഡ്രൈവറായിട്ട് സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയത്. ഓരോരോ വീടുകളിൽ പോകുമ്പോൾ ഓരോ രോഗികളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ദുരിതവും കാര്യങ്ങളൊക്കെ മനസ്സിലാവും.